ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ഒരു മുഴക്കത്തോടെ അമന്റെ താറ് ആ ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞു. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയിലായിരുന്നു അമനും ഹരിയും. ഹരി ആകെ ടെൻഷനിലായിരുന്നു. അമൻ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അവനൊരു അറിവില്ലായിരുന്നു. അവൻ തലതിരിച്ച് ഡ്രൈവ് ചെയ്യുന്ന അമനെ ദേഷ്യത്തോടെ നോക്കി. കറുത്ത ഷർട്ടും കറുത്ത ജീൻസുമായിരുന്നു അവൻ്റെ വേഷം. അവൻ ചെകുത്താനിലേക്ക് പരിണാമം ചെയ്യുമ്പോഴാണ് ഈ വേഷം ധരിക്കുന്നത്. സ്റ്റീരിയോയിൽ നിന്ന് വരുന്ന പ്രണയഗാനത്തിനൊപ്പം സ്റ്റിയറിംഗിൽ താളം പിടിച്ചുകൊണ്ടാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നത്. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തി കളിക്കുന്നുണ്ടായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കിയതും തന്നെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന ഹരിയാണ് കാണുന്നത്. അവൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചതും അവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു. എന്താണ് ഹരിക്കുട്ട, ആകെ മൊത്തം ഡാർക്കാണല്ലോ. അത് കേട്ടതും അവൻ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചെയ്തു അമൻ, പക്ഷെ ദച്ചുവിനൊന്നും സംഭവിക്കരുത്. അതിനു മറുപടിയായി അവനൊന്ന് ചിരിച്ചുകൊണ്ട് കാറിന് തൊട്ടുമുമ്പിലായി പോകുന്ന ബാംഗ്ലൂർ ടു കേരള വോൾവോ ബസ്സിലേക്ക് അവൻ്റെ കണ്ണുകൾ പോയി. പുറത്തേക്കുള്ള വിൻഡോ ഗ്ലാസ്സിലേക്ക് തലവെച്ച് കണ്ണുകളടച്ചിരിക്കാനും ദച്ചു. അവിടെ മടിയിൽ തലവെച്ച് ദേവ് ഉറങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു സൗണ്ട് കേട്ടതും ബസ് സഡൻ ബ്രേക്ക് ഇട്ടത് ഒന്നിച്ചായിരുന്നു. ദച്ചു ഒന്ന് മുന്നോട്ടാഞ്ഞ് മുന്നിലെ സീറ്റിൽ ഇറുകെ പിടിച്ചു. അതോടൊപ്പം മടിയിൽ കിടന്ന ദേവിനെയും ചുറ്റിപ്പിടിച്ചു. എന്തു പറ്റി? ടയർ പൊട്ടി, ഇനി മാറ്റാണ്ട് പോകാൻ പറ്റില്ല. പിന്നിൽ നിന്ന് ആരോ ചോദിച്ചു. ഡ്രൈവർ വിളിച്ചു പറഞ്ഞു, ഇതേതാ സ്ഥലം? കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പാലത്തിലെത്തി. ആരൊക്കെയോ സംസാരിക്കുന്ന കേട്ട് ദേവും ദച്ചുവും പരസ്പരം നോക്കി. എല്ലാവരും ഒന്ന് ഉറങ്ങിക്കേ, ടയർ മാറ്റണം, അരമണിക്കൂർ എന്തായാലും എടുക്കും. ക്ലീനർ വന്ന് പറഞ്ഞതും ഓരോരുത്തരായി ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ദച്ചുവും ദേവും ബാഗും എടുത്ത് അവരോടൊപ്പം ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയ ദച്ചു ചുറ്റിനും നോക്കി. ഇരുവശത്തും കാട് പോലെ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. കുറച്ചു മുന്നിലായി പാലം കാണാം. ഓരോരുത്തരായി പല സ്ഥലങ്ങളിലായി നിന്നു. അവൾ ദേവുവിൻ്റെ കൈയും പിടിച്ച് ഒരു സൈഡിലേക്ക് മാറി നിന്നു. അല്പസമയം കഴിഞ്ഞതും തങ്ങളുടെ അടുത്തേക്ക് കുറച്ച് ചെറുപ്പക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. അവൾ പേടിയോടെ ദേവുവിൻ്റെ കൈയും പിടിച്ച് പാലത്തിലേക്ക് കയറി. തിരിഞ്ഞ് താഴേക്ക് നോക്കിയതും നിലാവട്ടത്തിൽ പുഴയിലെ വെള്ളം തെളിഞ്ഞു കണ്ടു. അവൾ പാലത്തിൻ്റെ കൈവരിയിലേക്ക് ചേർന്ന് നിന്നു. പെട്ടെന്ന് ഇടതുവശത്തു നിന്ന് അതിവേഗത്തിൽ റോങ് സൈഡിൽ കയറി വന്നൊരു ടിപ്പർ പാലത്തിൻ്റെ കൈവരിടിച്ച് തകർത്തുകൊണ്ട് പുഴയിലേക്ക് മറിഞ്ഞു. അതോടൊപ്പം സൈഡിലായി നിന്ന് ദച്ചു ഒരു നിലവിളിയോടെ പുഴയിലേക്ക് വീണു. ദേവുവിന്റെ ശബ്ദം അവിടെ ആകെ അലയടിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായതും അവൾ പാലത്തിന്റെ അടുത്തേക്ക് ഓടി. എന്നാൽ അതിനു മുന്നേ തന്നെ അവരുടെ അടുത്തായിരുന്ന ചെറുപ്പക്കാരൻ പുഴയിലേക്ക് ചാടിയിരുന്നു. അലറിക്കരഞ്ഞുകൊണ്ട് ദേവ് വിളിച്ചതും അടുത്തുനിന്ന സ്ത്രീകൾ അവളെ പിടിച്ചു നിർത്തി. അപ്പോഴേക്കും അവൾ ബോധം മറിഞ്ഞു വീണിരുന്നു. കണ്ണുകൾ തുറന്നതും അരികിലായിരിക്കുന്ന ആദിയെയും മനുവിനെയാണ് ദേവ് കാണുന്നത്. അവൾ ചുറ്റിന് നോക്കിയതും അതൊരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായി. ദേവുമോളെ, അവൾ ചാടി എഴുന്നേറ്റ് നിലവിളിച്ചതും ആദ്യം അവളെ പിടിച്ച് നെഞ്ചോട് ചേർത്തു. ആദ്യമായിട്ട് എന്നെ ദച്ചു, അവൾ പുഴയിലേക്ക് വീണു, ഞാൻ കണ്ടു, എനിക്ക് അവളെ കാണണം ഏട്ടാ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അത് കണ്ടതും മനു നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കോറിഡോറിൽ ഇട്ടിരുന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ ഓടി വന്നു. മാളുവിനെയും ആരവിനെയും എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തിരികെ വരുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. പരിചയമില്ലാത്ത നമ്പർ കണ്ടെന്ന് സംശയിച്ചിട്ടാണ് ഫോൺ എടുത്ത്. അവിടെ നിന്നും പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ശ്വാസം നിലച്ച പോലെ ആയിപ്പോയി. ദച്ചു പാലത്തിൽ നിന്നും പുഴയിലേക്ക് വീണത്രേ. അത് കണ്ട ദേവ് ബോധം കെട്ട് വീണു. അവളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ശരീരം മൊത്തം മരവിച്ച അവസ്ഥയായി. എങ്ങനെയൊക്കെ ആദ്യോടും കാര്യം പറഞ്ഞു. അപ്പോഴേ ഇങ്ങോട്ട് പുറപ്പെട്ടു. അപകടം നടന്നെത്തു വന്നപ്പോൾ അവിടെ പോലീസും ഫയർഫോഴ്സൊക്കെ വന്ന് തെരച്ചിൽ തുടങ്ങി. കുറേ നേരം അവിടെ നിന്നിട്ടും ഒരു വിവരം അറിയാൻ കഴിഞ്ഞില്ല. ആദ്യം നേരത്തെ തന്നെ ദേവുവിനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് പോയി. കുറച്ച് സമയം അവിടെ നോക്കിയിട്ട് താനും ഇങ്ങോട്ട് വന്നു. ഈ നേരം വരെ ദച്ചുവിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. ഈശ്വര, അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ദച്ചുവിന്റെ വീട്ടിൽ നിന്നും ബന്ധുക്കൾ വന്നിരുന്നു. തിരച്ചിൽ അപ്പോഴും കഴിഞ്ഞിരുന്നില്ല. പുഴയിലേക്ക് വീണ വണ്ടി വടം വെച്ച് കെട്ടി വലിച്ചു ഉയർത്തിയെടുത്തു. എന്നാൽ അതിൽ ഡ്രൈവറെയും കാണുന്നില്ലായിരുന്നു. വിവരമറിഞ്ഞ് ദച്ചുവിൻ്റെ അമ്മ BP കൂടി ബോധം കെട്ട് വീണ് ഹോസ്പിറ്റലിലാണ്. അവിടെ അച്ഛനും ആകെ തകർന്നു. ഹോസ്പിറ്റലിൽ അമ്മക്ക് ആമയെ കൂട്ടിയിരുത്തി മാധവനും മഹേഷും അവൻ്റെ അച്ഛനും കൂടിയാണ് സംഭവസ്ഥലത്ത് വന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞു പോയിട്ടും യാതൊരു വിവരവും കിട്ടിയില്ല. പോരാത്തതിന് കാലാവസ്ഥയും മോശമായിരുന്നു. നല്ല അടിയൊഴുക്കുള്ള സ്ഥലമല്ലേ, വീണാ പൊടി പോലും കിട്ടില്ല. ഇനി 3 ദിവസം കഴിയുമ്പോൾ ബോഡി എവിടെയെങ്കിലും അടിയും. ആരോ പറയുന്ന കേട്ടതും മാധവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവിടെ തളർന്നിരുന്നു. സുധാകരനും മഹേഷും കൂടി അയാൾ അടുത്തുള്ളൊരു കിടത്തണ്ണിയിലേക്ക് ഇരുത്തി. സുധാകര, എൻ്റെ മോള്, ഞാൻ അവളുടെ അമ്മയോട് എന്ത് പറയും?
അയാളുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ കണ്ടതും അവരും സങ്കടം സഹിക്കാനാവാതെ അയാളെ ചേർത്ത് പിടിച്ച് നിന്നു. ഇതേ സമയം മുംബൈയിലെ തന്റെ വില്ലയിൽ സെർവൻസിനോട് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകിയായിരുന്നു അമൻ. അവന്റെ കൂടെ തന്നെ ഹരിയും ഉണ്ടായിരുന്നു. അവന്റെ മുഖം വീർത്തിയിട്ടിരിക്കുമായിരുന്നു. അത് കാണുന്തോറും അവന് ചിരി വരുന്നുണ്ടായിരുന്നു. "ठीक सब कुछ का है अनुसान करने चाहिए किसी चीज की कमी नहीं होनी चाहिए ठीक है सब." മുഖം വീർപ്പിച്ചിരിക്കുന്ന ഹരി നോക്കി ചിരിച്ചുകൊണ്ട് അവൻ സെർവൻസിനോട് പറഞ്ഞു. അവർ അനുസരണയോടെ തലവിലേക്ക് സമ്മതിച്ചു. "Then okay, you can go." അവൻ പറഞ്ഞതും അവരവരുടെ ജോലികളിലേക്ക് തിരിഞ്ഞു. "ഇനി പറ, എന്താ നിന്റെ പ്രോബ്ലം?" അവർ പോയി കഴിഞ്ഞു അടുത്തുനിന്ന് ഹരിയോടായി അവൻ ചോദിച്ചു. അതിനവനൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അടുത്ത് കിടന്ന ചെയറിലേക്ക് പോയിരുന്നു. "നിനക്ക് എന്താ ഹരി, എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞല്ലേടാ." അവൻ അവൻ്റെ അടുത്ത് കിടന്ന ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. "ഡാ, നീ ഇപ്പം ഈ ചെയ്തതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയോ? ഒരു നിമിഷം ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ, പ്ലാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ." ഹരി തലക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. "അമൻ്റെ പ്ലാനുകളൊന്നും തെറ്റാറില്ലെന്ന് നിനക്കറിയില്ല ഹരി. എല്ലാത്തിനും നിനക്ക് ഓവർ കോൺഫിഡൻസ് ആണല്ലോ." "ഈ കോൺഫിഡൻസ് ആണ് ഈ അമൻ്റെ വിജയം. ഞാനൊന്നും പറയുന്നില്ല, എന്താന്ന് വെച്ചാൽ ചെയ്യ്. പക്ഷേ അവസാനം ആർക്കും ഒരു നഷ്ടവും സംഭവിക്കരുത്." അമൻ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ഹരി അവൻ്റെ റൂമിലേക്ക് പോയി. റൂമിലേക്ക് പോകുന്ന ഹരിയെ നോക്കി ചിരിച്ചുകൊണ്ട് അവന് മുകളിലേക്ക് നടന്നു. മുകളിലെ തൻ്റെ ബെഡ്റൂമിന് അടുത്തെത്തും തോറും തൻ്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. ഒരു പുഞ്ചിരിയോടെ അവൻ ഡോറിന്ന് അകത്ത് കയറിയതും ഒരു കുഞ്ഞുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ തൻ്റെ ബെഡിൽ കിടന്നുറങ്ങുന്ന ദച്ചുവിനെയാണ് കാണുന്നത്. അവൻ അവിടെ അടുത്തേക്ക് ചെന്ന് അവളെയും നോക്കി. വീഴ്ചയിൽ നെറ്റിപ്പൊട്ടി ചോര വന്നിരുന്നു. അതിൽ ബാൻഡേജ് ഒട്ടിച്ചിരുന്നു. കൈമുട്ടിലും ചെറിയ മുറിവുണ്ട്. അതും ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അവൻ അടുത്ത് കിടന്ന ചെയറെടുത്ത് അവളുടെ സമീപത്തേക്ക് നീക്കിയിട്ടുകൊണ്ട് അതിലേക്കിരുന്നു. ശേഷം നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവൻ്റെ മനസ്സ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പിലേക്ക് പോയി. അമനും ഹരിയും കൂടി ദച്ചു കയറിയ ബസ്സിനെ ഫോളോ ചെയ്യുകയായിരുന്നു. ബസ്സിലെ സ്റ്റാഫ് അമൻ്റെ ആളായിരുന്നു. അതുമാത്രമല്ല, അതിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകളും അമൻ്റെ ആൾക്കാരായിരുന്നു. പാലത്തിന് സമീപത്താറായതും പ്ലാൻ ചെയ്ത പോലെ തന്നെ ടയർ പഞ്ചറാക്കി. ശേഷം ദച്ചുവിനെ പാലത്തിൻ്റെ കൈവരിക്കടുത്തേക്ക് എത്തിക്കണമായിരുന്നു. അതിനുവേണ്ടി സാമും പിള്ളേരും അവരുടെ അടുത്തേക്ക് പോയി നിന്നു. പരിചയമില്ലാത്ത ചെറുപ്പക്കാർ അടുത്തേക്ക് വന്നിരുന്നാൽ ദച്ചു എന്തായാലും പാലത്തിൽ കയറുമെന്ന് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ നടന്നു. പിന്നെ ആലോചിച്ച് നിൽക്കാൻ ടൈമില്ലായിരുന്നു. രാംസിംഗിന്റെ ടിപ്പർ കൈവരിടിച്ച് തകർത്തപ്പോൾ അടുത്തുനിന്ന് ദച്ചുവും പുഴയിലേക്ക് വീണു. എത്രയൊക്കെ ധൈര്യം സംഭരിച്ചിട്ടും ഭീതിയോടെ മാത്രമേ ആ രംഗം കണ്ടു നിൽക്കാൻ സാധിച്ചുള്ളൂ. ദച്ചു വീണപ്പോൾ തന്നെ സാമും കൂട്ടനും കൂടെ ചാടിയിരുന്നു. അവരും രാംസിംഗും ഒക്കെ നല്ല ബെസ്റ്റ് സ്വിമ്മേഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനവരെ തിരഞ്ഞെടുത്ത്. ഇടതുവശത്തുള്ള മൺറോഡ് വഴി അടുത്തുള്ള കടവിലേക്ക് ചെന്നു ദച്ചുവിനെയും കൊണ്ട് സാം അവിടെ എത്തിയിരുന്നു. വാടിയ ചേമ്പിൻ തണ്ട് പോലെ ബോധമില്ലാതെ കിടക്കുന്ന ദച്ചുവിനെ ഇരു കൈകൾ നീട്ടി വാങ്ങുമ്പോൾ ഹൃദയം നിലച്ചതുപോലെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ നിറഞ്ഞു വന്ന തൻ്റെ കണ്ണുകൾ തുടച്ച് കാറിലേക്ക് കയറി അവൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയ ഹരി തിരിഞ്ഞു തന്നെ രൂക്ഷമായിട്ട് നോക്കിയത്. അവനെ നോക്കിയത് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു. അവിടുന്ന് നേരെ ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച് ഫസ്റ്റ് എയ്ഡ് എടുത്തു. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ മുംബൈ എത്തണമായിരുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് പിന്നെ ചോപ്പറിലായിരുന്നു യാത്ര. പുലർച്ചെയാണ് ഇവിടെ വന്നത്. ഇവിടെ കൊണ്ടുവന്ന് തൻ്റെ ബെഡിൽ കിടത്തിയപ്പോൾ തൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. തൻ്റെ പെണ്ണ് തൻ്റെ അടുത്ത്. അവനൊരു പുഞ്ചിരിയോടെ ഓർത്തു. പുഴയിൽ വീണപ്പോഴുള്ള ഷോക്കും സെഡേഷൻ്റെ മയക്കവും കാരണം ആളിതുവരെ എഴുന്നേറ്റിട്ടില്ല. അവൻ പതി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് കിടന്നുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി. മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി പിന്നിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കിക്കിടന്നു. തൻ്റെ പെണ്ണ്, ഇത്രയും നാളും താൻ കാത്തിരുന്ന നിമിഷം. പക്ഷേ ഉണരുമ്പോഴുള്ള നിന്റെ പ്രതികരണം എനിക്ക് ഊഹിക്കാൻ കഴിയും ശിവ. എന്തു തന്നെയായാലും നിന്നെ എനിക്ക് വിട്ടുകളയാൻ കഴിയില്ല മോളെ. ബിക്കോസ് ഐ ആം മാഡ്ലി ലവ് വിത്ത് യു. അവൻ അവളോടായി പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകിൽ ചുണ്ടുകൾ ചേർത്തു. ശേഷം അവളുടെ മുഖം തൻ്റെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ച് അവളെ ഇരുകൈകൾ കൊണ്ടും ഇറുകെ പുണർന്നുകൊണ്ട് കിടന്നു. അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വലിയൊരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുവാണ് ദച്ചു. ഒരു വൈറ്റ് ഗൗണായിരുന്നു അവളുടെ വേഷം. താഴ്വരയുടെ അഗാധമായ ആഴങ്ങളിൽ നോക്കി അവൾ നിന്നു. പെട്ടെന്ന് തന്നെ വയറിന് ചുറ്റിനും ഇരുകൈകൾ മുറുകുന്നറിഞ്ഞ് അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൾ പതിയെ തിരിഞ്ഞു നോക്കിയതും 2 നീലക്കണ്ണുകളാണ് അവളുടെ മുഖത്ത് പതിഞ്ഞത്. ആ നീലക്കണ്ണുകളിലെ ആഴങ്ങളിലേക്ക് താൻ അലിഞ്ഞു ചേരുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ പതിയെ അവൻ്റെ കണ്ണുകളിൽ തൻ്റെ കൈകൾ കൊണ്ട് തൊട്ടു. ശേഷം മുഖത്തേക്ക് നോക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവിടെ പുകമറ സൃഷ്ടിക്കാൻ തുടങ്ങി. അവളൊരു വെപ്രാളത്തോടെ അവിടേക്ക് നോക്കി. എന്നാൽ അവിടെയൊന്നും അവനെ കണ്ടില്ല. പെട്ടെന്ന് അവൻ അവളെ പിന്നിൽ നിന്നും പുറന്നു അവനെ നെഞ്ചോരം ചേർത്തു. ഐ ലവ് യു ശിവ.
ഒരു മന്ത്രണം പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൊണ്ട് ആഘാതമായ താഴ്വരയിലേക്ക് പതിച്ചു. ദച്ചു ഞെട്ടി കണ്ണുകൾ തുറന്നു രുദ്രാക്ഷം കെട്ടിയൊരു മാലയാണ് കണ്ടത്. അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും താൻ ആരുടെ കൈക്കുള്ളിലാണെന്ന് മനസ്സിലായി. തന്നെ പുണർന്നിരിക്കുന്ന ഒരു പുരുഷനാണെന്ന് മനസ്സിലായതും അവൾ പേടിയോടെ തന്റെ മുഖം അല്പം ഉയർത്തി നോക്കി. അവന്റെ കൈകൾ തന്നെ ഇറുകെ പുണർന്നിരിക്കുന്നത് കൊണ്ട് ആ മുഖം കാണാൻ അവൾക്ക് സാധിച്ചില്ല. അവൾ അവന്റെ കയ്യിൽ കിടന്നൊന്ന് കുതിറിയതും അവൻ പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിലെ കാഴ്ച ദച്ചുവിന് വിശ്വസിക്കാനായില്ല. താൻ അല്പം മുമ്പ് സ്വപ്നത്തിൽ കണ്ട അതേ കണ്ണുകൾ. അവൾ അവനെ കൗതുകത്തോടെ നോക്കി. കണ്ണുകൾ തുറന്നു നോക്കിയതും തൻ്റെ കൈക്കുള്ളിൽ കിടന്ന് തന്നെ കൗതുകത്തോടെ നോക്കുന്ന തൻ്റെ പെണ്ണിനെയാണ് അവൻ കാണുന്നത്. ശിവ, അവൻ വിളിച്ചതും അവൾ എന്തോ അത്ഭുതം കേട്ടതുപോലെ അവനെ തന്നെ നോക്കിക്കിടന്നു. താൻ സ്വപ്നത്തിൽ കണ്ട ആളാണോ ഇത്? അയാൾ വിളിച്ചപ്പോൾ തന്നെ ശിവ എന്ന് വിളിക്കുന്നു. അവൾ അത്ഭുതത്തോടെയും അതിലേറെ ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവവും ഒപ്പിയെടുക്കുകയായിരുന്നു അവനപ്പോൾ. നിഷ്കളങ്കമായ അവളുടെ നോട്ടം കണ്ടതും അവൻ്റെ ഉള്ളിൽ അവളോട് വാത്സല്യം നിറഞ്ഞു. അവൻ പതിയെ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ അതിരങ്ങൾ പതിപ്പിച്ച്. അത്രയും നേരവും ഏതോ സ്വപ്നലോകത്തെന്ന പോലെ ഇരുന്ന ദച്ചു പെട്ടെന്ന് കുതിരിക്കൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറി. പെട്ടെന്നുള്ള അവളുടെ നീക്കത്തിലൊന്ന് ഞെട്ടിയെങ്കിലും അവനും ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റു. കോട്ടിൽ നിന്ന് താഴേക്കിറങ്ങി ചുറ്റിനും നോക്കിയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ആ മുറി നിറയെ അവളുടെ ഫോട്ടോകളായിരുന്നു. പലപ്പോഴായി അവൾ അറിയാതെ എടുത്ത അവളുടെ ഫോട്ടോസ്. കോട്ടിൻ്റെ നേരെ ഫ്രണ്ടിലായി വെച്ചിരുന്ന അവളുടെ ഒരു വലിയ ഫോട്ടോ അവൾ ആകാംക്ഷയോടെ നോക്കി. നിങ്ങൾ ആരാ? എന്നെന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? പെട്ടെന്ന് അവൾ തിരിഞ്ഞെന്ന് അവനോടായി ചോദിച്ചതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ പെണ്ണേ? ഞാൻ നിന്റെ അല്ലേ, നീ എൻ്റെയും, നമ്മളൊന്നല്ലേ? അവളെ നോക്കി അവൻ പറഞ്ഞതും അവളൊന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നിന്നു. കാണുന്നതും കേൾക്കുന്നതൊന്നും വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കാനും ദച്ചു. ജീവിതത്തിൽ ആദ്യമായി കാണുന്ന മനുഷ്യൻ അയാൾ തന്നെ അഗാധമായി പ്രണയിക്കുന്നു എന്ന്. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്താണോ ഇങ്ങനെ നോക്കുന്നത്? അവൾ നോക്കുന്നുണ്ട് അവനയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് അടുത്തു വന്നെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടലോടെ പുറകിലേക്ക് മാറി. അവൻ കുറച്ചുകൂടെ അടുത്തേക്ക് വന്ന് അവളുടെ കവിളിലേക്ക് തൊടാനായി കൈ നീട്ടിയതും അവൾ പിന്നിലേക്ക് മാറിക്കൊണ്ട് അവനോടായി പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം, അച്ഛനെയും അമ്മയും കാണണം, എന്നെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവും, പ്ലീസ് എന്നൊന്ന് കൊണ്ടുപോകാവോ? അവൾ ദയനീയമായി പറയുന്ന കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിക്കാതെ എല്ലാം ശരിയാക്കാം. ആദ്യം എൻ്റെ കൊച്ച് ഫ്രഷായി വാ, എന്നിട്ട് ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വിശദമായി സംസാരിക്കാം. സ്നേഹ സർ. അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നോക്കി വിളിച്ചതും 10-25 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി വന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒന്നിനൊരു കുറവും വരുത്തരുത്, എല്ലാം കൃത്യമായി നോക്കണം. സർ. അപ്പം മോള് ഫ്രഷായി വാ, ഞാൻ താഴെ ഉണ്ടാവും. അതും പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലും തട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മാഡം. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പോയ വഴി നോക്കിയെന്ന് ദച്ചുവിനെ നോക്കി സ്നേഹ വിളിച്ചതും അവളൊരു പരിഭ്രമത്തോടെ തിരിഞ്ഞു നോക്കി. കയ്യിലൊരു ബാത്റൂം പിടിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയെ അവൾ സംശയത്തോടെ നോക്കി നിന്നു. മാഡം ഫ്രഷായിട്ട് ഇത് ഇട്ടുകൊണ്ട് വരും, അവൾ ദച്ചുവിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതേതാ സ്ഥലം? ഞാനെങ്ങനെ ഇവിടെ? നിങ്ങളൊക്കെ ആരാ? അവൾ ദയനീയമായി ആ കുട്ടിയോട് ചോദിച്ചതും അവളൊരു ചെറിയ ചിരിയോടെ പറഞ്ഞു, ഒന്നും എനിക്ക് പറയാനുള്ള അധികാരമില്ല മാഡം, എല്ലാം സാറ് പറയും, മാഡം വരും. അവൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദച്ചുവിനെയും പിടിച്ച് വാഷ്റൂമിലേക്ക് ആക്കി. മാഡം ഫ്രഷായിട്ട് വിളിച്ചാൽ മതി, ഞാൻ പുറത്തുണ്ടാവും. വാഷ്റൂമിലെ ഡോർ അടച്ചുകൊണ്ട് അവൾ പറഞ്ഞതും എന്ത് ചെയ്യണമെന്നറിയാതെ ദച്ചു പരിഭ്രമത്തോടെ നിന്നു. പതിയെ ഷവർ തുറന്ന് ദേഹത്തേക്ക് വെള്ളം വീഴുമ്പോഴും അവളുടെ ഉള്ളം തേങ്ങിക്കൊണ്ടിരുന്നു. ഒഴുകിയിറങ്ങുന്ന വെള്ളത്തോടൊപ്പം അവളുടെ മിഴിനീരും ആ ഫ്ലോറിൽ പതിച്ചുകൊണ്ടിരുന്നു. മാധവേട്ട, എന്റെ മോളെവിടെ? അവൾ പുറത്ത് നിൽക്കുവാണോ? വിളിക്ക്. രാത്രി ബസ്സിൽ വന്നതിന് അമ്മ അവളെ വഴക്ക് പറയില്ല എന്ന് പറ. തുടർച്ചയായ 3-ാം ദിവസത്തെ അന്വേഷണത്തിലും ദച്ചുവിന്റെ ബോഡി കിട്ടാത്തതുകൊണ്ട് ബോഡി ഒഴുക്കിൽപ്പെട്ട നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു. തന്റെ മകളിനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് മനസ്സിലായതും മാധവനാകെ തളർന്നുപോയിരുന്നു. അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ തീർന്ന് തളർച്ചയോടെ വീട്ടിലേക്ക് വന്നേറെ മാധവനോട് താരെ ചോദിച്ചതും അയാൾ എന്തു പറയണമെന്നറിയാതെ തലകുനിച്ച് നിന്നു. മാധവേട്ട, നമ്മുടെ കുഞ്ഞെവിടെ? നമ്മുടെ മോൾ ഇനി വരില്ല താരെ, അവള് പോയി. അവർ വീണ്ടും ചോദിച്ചതും അയാൾ കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എന്താ പറഞ്ഞ്? എന്റെ കുഞ്ഞിനി വരില്ലെന്നോ? ഇല്ല, അവൾക്ക് ഈ അമ്മയെ വിട്ടെങ്ങും പോവാൻ കഴിയില്ല. വെറുതെ തമാശക്ക് പോലെ അങ്ങനെയൊന്നും പറയല്ലേ മാധവേട്ട, നമ്മുടെ പൊന്നു മോളല്ലേ. അച്ഛനിങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞ അവള് പിണങ്ങും. അവള് വരും മാധവേട്ട, നമ്മുടെ അടുത്തേക്ക് അവള് വരും.
താരമ്മ പറയുന്ന കേട്ടോ കൂടുന്ന ബന്ധുക്കളെല്ലാം സങ്കടത്തോടെ അവരെ നോക്കി നിന്നു. താര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയാൾ വീണ്ടും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ലടാ, നമ്മുടെ മോള് പോയി. അവൾ ഇനി വരില്ല. എന്നേക്കുമായി നമ്മളെ വിട്ട് അവള് പോയി. അയാളുടെ ഓരോ വാക്കുകളും താരമ്മയുടെ ഹൃദയത്തെ കാർന്നു നിന്നാൽ കഴിവുള്ളതായിരുന്നു. അവരൊരു അലർച്ചയോടെ അയാളുടെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. തുടരും.